വരുന്ന വാർത്ത. പുതിയ KPCC അധ്യക്ഷനെ തീരുമാനിക്കാൻ ദില്ലിയിൽ വീണ്ടും ചർച്ചകൾ. രാഹുൽ ഗാന്ധിയുമായി സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തി. 10 ജൻപഥിലായിരുന്നു കൂടിക്കാഴ്ച. രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മല്ലികാർജ്ജുൻ ഖർഗെയെയും സണ്ണി ജോസഫ് കാണും. നോബിൾ മാരിക്കാരനാണ് ചേരുന്നത്. നോബിൾ, ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഉടൻ എത്തും എന്ന് കരുതാമോ? ഏത് രീതിയിലാണ് ചർച്ചകൾ? ആർക്കാണ് സാധ്യത കൂടുതൽ? വിനിത, പുതിയ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ് കുറെ ദിവസങ്ങളായി ദില്ലിയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് MP മാർ അടക്കമുള്ള ആളുകൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി സജീവമായ രംഗത്തേക്കുള്ള സമയമാണ്. നിലവിലത്തെ KPCC അധ്യക്ഷനും മന്ത്രിയുമാണ് സണ്ണി ജോസഫ്. അദ്ദേഹം നേരത്തെ മന്ത്രിസ്ഥാനം ലഭിച്ചതിന് പിന്നാലെ തന്നെ KPCC അധ്യക്ഷ പദം ഒഴിയാൻ സന്നദ്ധനാണെന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അതിനുശേഷം ആദ്യമായി ദില്ലിയിൽ എത്തിയതാണ്. ഇന്നിപ്പോൾ 10 ജൻപഥിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയുമായി സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തിയത്. KPCC അധ്യക്ഷൻ മാറുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മുൻ തീരുമാനം വീണ്ടും ആവർത്തിച്ചു. എത്രയും വേഗം പുതിയ അധ്യക്ഷൻ വേണം എന്ന നിലപാട് പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആരുടെയും പേരുകൾ സണ്ണി ജോസഫ് പറഞ്ഞാൽ വിവരം ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നില്ല. പല പേരുകൾ നേരത്തെ നമുക്ക് കേട്ടതാണ്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ, അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ, മാത്യു കുഴലാണ് അടക്കം പല പേരുകൾ ഇപ്പോൾ ചർച്ചയിൽ സജീവമായി തന്നെ ഉണ്ട്. അതിനിടയിലാണ് സണ്ണി ജോസഫ് എന്താണെങ്കിലും ദില്ലിയിൽ എത്തി രാഹുൽ ഗാന്ധിയെ കണ്ടിരിക്കുന്നത്. അല്പസമയത്തിന് അദ്ദേഹം മല്ലികാർജ്ജുൻ ഖർഗെയും കാണും. അതിനുശേഷമായിരിക്കും കേരളത്തിലേക്ക് മടങ്ങുക. എന്നാൽ ഈ രണ്ട് കൂടിക്കാഴ്ചയിലും ബന്ധപ്പെട്ട ചർച്ചകൾ ഈ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ വേഗത്തിലാക്കാനുള്ള നീക്കമാണ് ഹൈക്കമാൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് സണ്ണി ജോസഫ് എന്താണെങ്കിലും ദില്ലിയിലെത്തിയ അഭിപ്രായം ഇപ്പോൾ രേഖപ്പെടുത്തിയവരും പുറത്തേക്ക് വരുന്നത്. വിനിത, ശരി, ഏതായാലും KPCC അധ്യക്ഷനില്ലാതെ പാർട്ടി പ്രവർത്തനം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണുള്ളത്. സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഏകോപനം നടക്കുന്നില്ല. ബോർഡ് കോർപ്പറേഷൻ വിഭജന ചർച്ചകളൊക്കെ വഴിമുട്ടിയിരിക്കുന്നു. കോൺഗ്രസ് ആകെ വെട്ടിലായിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് KPCC അധ്യക്ഷൻ മന്ത്രിയായതിന് പിന്നാലെ അദ്ദേഹം അധ്യക്ഷ പദവി ഒഴിയാമെന്ന് പറഞ്ഞത്. പല നേതാക്കളും അധ്യക്ഷ സ്ഥാനത്തേക്ക് തങ്ങളുടെ പേരുകൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഒരു ചരടുവലി അല്ലെങ്കിൽ ഒരു പിടിവലി തന്നെ നടക്കുന്നുണ്ടെന്ന് പറയാം. ആ സമയത്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെയും ഖർഗെയും സണ്ണി ജോസഫ് 10th ജൻപഥിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നത് ദില്ലിയിൽ. വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എത്ര വേഗം പ്രഖ്യാപിക്കും അധ്യക്ഷനെ എന്നത്. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങൾ നൽകി.